അതായത് അബാക്ക ചാനലിൻ്റെ MD. എനിക്ക് വർഷങ്ങളായി അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം ഒരു സാത്വിക പ്രഭാവനായ വ്യക്തിയാണ്. അതുകൊണ്ടാണല്ലോ ഇതുപോലുള്ള ഗുരുക്കന്മാരുമായിട്ട് ബന്ധപ്പെടാനൊരു മനസ്സ് അദ്ദേഹത്തിന് വരണത്. ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന പരമാത്മാവിനെ പ്രസവിച്ച ഒറ്റ കാരണം കൊണ്ട് 10 കൊല്ലം ദേവകിയും ഭർത്താവും കൈകാലുകളിൽ ചങ്ങലക്കിട്ട് ദുഷ്ടനായ കംസൻ്റെ ജയിലിൽ കഴിയേണ്ടി വന്നു. നമ്മൾ അങ്ങനെ ആകേണ്ടവരല്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇമ്മോർട്ടലാണ്, അനശ്വരമായ അമരത്വം നേടിയവരാണ്. നമുക്ക് മരണമില്ല. നമ്മൾ ഇങ്ങനെ ഓരോ ജീവികളായിട്ട് മാറി മാറി ഉടുപ്പ് മാറും പോലെ ശരീരം മാറ്റിയെടുക്കുന്നു. ധർമ്മത്തിൻ്റെ മക്കളാണ് ഭാരതീയരെന്നുള്ള കാര്യം മറക്കണ്ട. അതുകൊണ്ട് എന്നും ധർമ്മത്തെ മുറുകെ പിടിക്കുക. ധർമ്മത്തെ മുറുകെ പിടിക്കേണ്ടി വന്നാൽ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. സന്യാസിമാരെല്ലാം, ഭാരതത്തിലെ സന്യാസിമാരെല്ലാം അപരാധം കേട്ടവരാണ്. സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെ ജനങ്ങൾ വെറുതെ വിട്ടിട്ടില്ല. എന്താണ് പരിവ്രാജക യോഗം എന്ന ജാതകത്തിലെ യോഗം? അതാണ് സന്യാസ യോഗം. അതായത് ലഗ്നത്തിൽ തുലാ ലഗ്നത്തിൽ ശനി ലഗ്നത്തോടൊപ്പം നിന്നാലും പരിവ്രാജക യോഗമാണ്. 3 ഗ്രഹങ്ങൾ ഉച്ചലിൽ നിന്നാലും പരിവ്രാജക യോഗമാണ്. ഈ പരിവ്രാജക യോഗം അനുഭവിക്കുന്നവനെ വിഷ്ണു പുരാണത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, എന്ന് നീ സത്യമാർഗത്തിലേക്ക് വരുന്നുവോ, എൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുന്നുവോ, അന്ന് മുതൽ നിന്നെ ഞാൻ എന്തു ചെയ്യും? വാളിൻ്റെ വൈത്തലയിലൂടെ നടത്തിക്കും. കൂടാതെ നിന്നെ ഞാൻ വറച്ചട്ടിയിലിട്ട് വറക്കും. എന്ന് വെച്ചാൽ 100 പരീക്ഷണങ്ങൾക്ക് നമ്മെ വിധേയമാക്കും. അവസാനം നമ്മളെ ശുദ്ധീകരിച്ച് നമ്മുടെ മനസ്സ് മുകുരം പോലെ, കണ്ണാടി പോലെയാക്കി മാറ്റി ഈശ്വരൻ്റെ മുമ്പിൽ കൊണ്ടുവച്ച് കൊടുക്കും. താ പിടിച്ചോ. അപ്പോഴാണ് നമുക്ക് മോക്ഷം കിട്ടുക. അതിന് ജ്യോതിശാസ്ത്രപ്രകാരം നമ്മെ സഹായിക്കുന്ന ഗ്രഹം ശനിയാണ്. അമ്മച്ചിമാരൊക്കെ പറയും, സ്വാമിജി ശനി ബാധിച്ചു, വല്ലാത്ത കുഴപ്പമാണെന്ന്. എൻ്റെ മുമ്പിൽ വന്നാൽ, ഞാൻ ജ്യോതിഷം വർഷങ്ങളായി കൈകാര്യം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ പറയും, നിങ്ങൾ രക്ഷപ്പെട്ടു. ശനി ബാധിച്ചെങ്കിൽ അമ്മ രക്ഷപ്പെട്ടു. കാരണം കുറേ കഷ്ടപ്പാടുണ്ടായാലും അവസാനം മോക്ഷം കിട്ടുമല്ലോ. അതാണ് ഇതൊക്കെ മനസ്സിലാക്കണം. കുറേ കഷ്ടപ്പാട് അനുഭവിക്കണം. അമ്മമാർ ഒരു കാര്യം മനസ്സിലാക്കണം, ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന പരമാത്മാവിനെ പ്രസവിച്ച ഒറ്റ കാരണം കൊണ്ട് 10 കൊല്ലം ദേവകിയും ഭർത്താവും കൈകാലുകളിൽ ചങ്ങലക്കിട്ട് ദുഷ്ടനായ കംസൻ്റെ ജയിലിൽ കഴിയേണ്ടി വന്നു. അല്ലാതെ ദേവകി ഒരു തെറ്റും ചെയ്തില്ല. ചെയ്തോ? എന്തെങ്കിലും ചെയ്തോ? ഇല്ല. 10 വർഷം. ശ്രീകൃഷ്ണന് 10 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അമ്മാവനായ കംസനെ എടുത്ത് തറയിലടിച്ച് കൊന്നത്. അതെ, 7 മക്കളെ കൊല്ലേണ്ടത് കാണേണ്ടി വന്നു. അതാണ് മറ്റേക്കാൾ ദുരിതം. ഇപ്പോൾ പ്രസവിച്ച കൈക്കുഞ്ഞിനെ ഒരു കൈയിലെടുത്ത് പാറയിൽ അടിച്ചു പൊട്ടിക്കും, പൂക്കല പോലെ ചിതറും. ഇത് കണ്ട് കംസൻ്റെ കിംവദന്തികളായി നിൽക്കുന്ന ദുഷ്ടന്മാരും പൊട്ടിച്ചിരിക്കും. കൃഷ്ണൻ്റെ പ്രഭാവം കൊണ്ട് അവസാനം 7 മക്കളെയും ഭഗവാൻ തന്നെ ദേവയ്ക്ക് കൊണ്ടുവന്ന് അടുത്ത് കാണിച്ചു കൊടുത്തു. അത് വേറെ കാര്യം. എന്നാലും കംസൻ ചെയ്ത നിഷ്ഠൂരത. കംസന് മോക്ഷമേ ഇല്ല. കംസൻ്റെ ജനനത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ഗന്ധർവന് ജനിച്ച പുത്രനാണല്ലോ കംസൻ. അതൊക്കെ വേറെ കഥകളാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കണം, ഭഗവാൻ തന്ന, ഞാൻ നേരത്തെ പറഞ്ഞ 84,000 ജന്മങ്ങൾ കടന്നു വന്നിട്ട് അവസാനം കിട്ടിയ പരമപവിത്രമായ ഒരു ജന്മമാണ് മാനവജന്മം. എന്തു വന്നാലും പിടിച്ചു നിൽക്കണം. അതിന് മനോധൈര്യം വേണം. മനസ്സെന്ന് പറയുന്നത് ഇതുവരെ വൈദ്യശാസ്ത്രം എന്താണെന്ന് കണ്ടെത്തിയിട്ടില്ലല്ലോ. ഹാർട്ട് ഏത്, ലങ്സ് ഏതെന്നൊക്കെ പറയാൻ വൈദ്യശാസ്ത്രത്തിന് കഴിയും. പക്ഷേ എന്താണ് മനസ്സ്? അത് അങ്ങനെ ഒരു ഓബ്ജക്റ്റ് മനുഷ്യ ശരീരത്തിൽ നിന്ന് കീറിയെടുക്കാൻ ഒരു ഡോക്ടർക്ക് കഴിഞ്ഞിട്ടില്ല. അതൊരു ഭാവമാണ്. ഞാൻ എന്ന വാക്ക് എന്തിനുപയോഗിക്കുന്നു എന്ന് ഉപനിഷത്തിൽ ഋഷി ചോദിച്ചപ്പോൾ ഋഷി പറഞ്ഞ മറുപടി അതാണ് മനസ്സെന്ന്. ഞാൻ എന്നൊരാൾ പറയുന്നെങ്കിൽ അതാണ് മനസ്സ്. അതൊക്കെ വലിയ ആത്മീയതയുടെ വലിയ പാഠങ്ങളാണ്. അതെങ്ങനെ ഞാൻ മനസ്സാകും? ഒരാൾ അറിയാതെ പറയും. ഇംഗ്ലീഷിലാണെങ്കിലായി, മലയാളത്തിലാണെങ്കിൽ ഞാനെന്ന് ആവർത്തിച്ച് വാക്കുകൾക്കിടയിൽ ചേർക്കുന്നതാണ് മനസ്സെന്ന് ഉപനിഷത്ത് ഋഷിമാർ നമുക്ക് പറയുന്നു. ഒരു പുത്രനോ പുത്രിയോ ആയി ജന്മം വരിക്കുമ്പോൾ
നേരത്തെ പറഞ്ഞതുപോലെ അന്നം അത്യാവശ്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയുകയാണെങ്കിൽ എനിക്കറിയില്ല. ഏതായാലും നിർത്താൻ എനിക്ക് മെസ്സേജ് വരും, അപ്പോഴേ ഞാൻ നിർത്തുന്നുള്ളൂ. അതുകൊണ്ട് ഒരുപാടിപ്പം ഇവിടെ ഈ ഗുരുദേവനെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നത് രോഹിത് സാറാണ്, അതായത് അബാക്ക ചാനലിൻ്റെ MD. എനിക്ക് വർഷങ്ങളായി അദ്ദേഹത്തെ അറിയാം. അദ്ദേഹം ഒരു സാത്വിക പ്രഭാവനായ വ്യക്തിയാണ്. അതുകൊണ്ടാണല്ലോ ഇതുപോലുള്ള ഗുരുക്കന്മാരുമായിട്ട് ബന്ധപ്പെടാനൊരു മനസ്സ് അദ്ദേഹത്തിന് വരണത്. അപ്പം അദ്ദേഹം ഒരു പുതിയ പബ്ലിക്കേഷൻ കൂടെ ഇന്നു മുതൽ പുസ്തകം പ്രകാശനം കഴിഞ്ഞു. വേറൊരു ഐഡിയ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അത് നടപ്പിലാക്കാൻ എൻ്റെ അമ്മമാരും സഹോദരങ്ങളും പണിപ്പെടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്നുമല്ല, ഒരു ഹോം ലൈബ്രറി, വീട്ടിൽ ഒരു ലൈബ്രറി. അതായത് ഒരു മാസത്തിൽ ഒരു പുതിയ പുസ്തകം നിങ്ങളെ വീട്ടിലെത്തിക്കും, ബൈ പോസ്റ്റായിട്ട് എത്തിക്കും. ഹലോ, തസ്മൈ ഗുരുജിയുടെ ബുക്ക് കൂടാതെ വേറൊരു ബുക്ക് കൂടി, അങ്ങനെ ആയാലോ? അത് പല എഴുത്തുകാരുടെ പുസ്തകമാണ്, ഇദ്ദേഹത്തിൻ്റെ മാത്രമല്ല. എൻ്റെ പുസ്തകങ്ങൾ കാണാൻ ഞാൻ 10-25 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ശിവപുരാണം ഉൾപ്പെടെ. പലരും സുഖമായി ജീവിക്കുന്നുണ്ട്, എൻ്റെ കാര്യം കെട്ടണമെങ്കിലും. അത് പോട്ടെ. അപ്പോൾ അതൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ നിയോഗമാണ്. ഇപ്പം ഇദ്ദേഹം ഒരു ഗുരുസ്ഥാനത്തിരിക്കണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിശ്ചയമല്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയരുത്. പൂർവ്വജന്മങ്ങളിൽ ചെയ്ത പുണ്യകർമ്മം മൂലം ഇദ്ദേഹം ജനിച്ചു, അമ്മയുടെ പുത്രനായി ജനിച്ചു. പുമ്മെന്ന 7ാമത്തെ നരകത്തിൽ നിന്ന് അച്ഛനമ്മമാരെ ത്രാണനം ചെയ്യിപ്പിക്കുന്നതിനാൽ ആൺകുട്ടിക്ക് പുത്രനെന്നും പെൺകുട്ടിക്ക് പുത്രി എന്നും വിളിക്കുന്നു. ഇതാണതിൻ്റെ അർത്ഥം. ഈ 27 നരകങ്ങളിൽ ഒരു മനുഷ്യന് ഭൂമിയിൽ ജനിച്ചാൽ 27 നരകങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞിട്ടേ ഒരാൾ മോക്ഷം നേടൂ. അത് ഉറപ്പ്, നിശ്ചയം. അപ്പം 27 നരകങ്ങളിൽ 7ാമത്തേതാണ് പുംസ എന്ന നരകം. ആ നരകത്തിൽ നിന്ന് അച്ഛനമ്മമാരെ ത്രാണനം ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ലിഫ്റ്റിംഗ് ടു ദ ഹയർ പ്ലെയിൻ എന്നർത്ഥം. ഉദാത്ത അവസ്ഥയിലേക്ക് ഉയർത്തുക, ഉന്നത അവസ്ഥയിലേക്ക് എടുത്തുയർത്തുക. അച്ഛനമ്മമാരുടെ പാപത്തെ കഴുകിക്കളയാൻ പുത്രനും പുത്രിക്കേ കഴിയൂ. അതുകൊണ്ട് ഈ 7ാമത്തെ നരകത്തിൽ നിന്ന് അച്ഛനമ്മമാരെ മോചിപ്പിക്കാനുള്ള ഉത്തരവാദിത്വമാണ് പുത്രന്മാർക്കുള്ളത്. അത് ആൺകുട്ടി ജനിച്ചാലും പെൺകുട്ടി ജനിച്ചാലും ഒന്നതല്ലേ. എന്നാലും ഭാരതീയ ദർശനത്തിൽ മാർക്കണ്ഡേയനെ പോലുള്ള ഋഷിമാർ പറയുന്നത് പുത്രന്മാരെ പ്രസവിക്കുന്ന അമ്മ ഉത്തമ ഭാഗ്യവതി, പുത്രന്മാരെ മാത്രം പ്രസവിക്കുന്ന അമ്മ മധ്യമ ഭാഗ്യവതി, പുത്രിമാരെ മാത്രം പ്രസവിക്കുന്ന അമ്മ അധമ ഭാഗ്യവതി. ഇത് 3 ഭാഗ്യം തന്നെ. പക്ഷേ ഭാഗ്യത്തിൻ്റെ തോതിന് വ്യത്യാസം വന്നു. പുത്രന്മാരെ ഒരമ്മ പ്രസവിച്ചാൽ ആ അമ്മ ഉത്തമ ഭാഗ്യവതിയാണ്. ആ അമ്മയ്ക്ക് എന്തോ കൂടുതൽ ഐശ്വര്യം ഉണ്ടെന്നാണ്. ഇനി ആൺകുട്ടികളെ മാത്രമേ പ്രസവിക്കുന്നുള്ളൂവെങ്കിൽ ആ അമ്മ മധ്യമ ഭാഗ്യവതിയാണ്. ഭാഗ്യം തന്നെ, ഒരു പുത്രൻ കിട്ടുന്നത് പുണ്യമാണല്ലോ. കാരണം കുട്ടിയാകാതിരുന്നാൽ മതി. എന്താണ്? ഗുരുത്വമില്ലായ്മ കൊണ്ടാണ് കുട്ടികൾ വഴിതെറ്റുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും വേണ്ടാത്ത വൃത്തികെട്ട വസ്തുക്കളിലുമായി അവരറിയുന്നില്ല തങ്ങൾ ആരാണെന്ന്. തൻ്റെ ഉള്ളിലിരിക്കുന്ന അജയ്യമായ മഹാശക്തി എന്താണെന്ന് അവന് കുട്ടിക്കാലം മുതലേ പറഞ്ഞു കൊടുക്കാൻ ഇവിടുത്തെ മുതിർന്നവരെന്ന് പറയുന്ന ജ്ഞാനികളെന്ന് പറയുന്നവർ തയ്യാറാകുന്നില്ല. പറഞ്ഞു കൊടുക്കുന്നവരെ ആക്ഷേപിക്കും. കാരണം ദുഷ്ടന്മാരുണ്ട്, അവർക്ക് ഇന്ദ്രിയ സുഖം മാത്രം മതി, അവർക്ക് ആധ്യാത്മികതയും വേറൊന്നുമില്ല. ഇവരൊക്കെ ഭാരതത്തിൽ പണ്ട് ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കർണാടകയിലും ഒറീസയിലൊക്കെ ഉണ്ടായിരുന്നു. അവരെ ചാർവാഹകന്മാർ എന്ന് വിളിക്കും. ചാർവാഹകന്മാർക്ക് അവർക്ക് രക്തബന്ധവും വേറൊന്നുമില്ല. അവരുടെ ജോലി സുഖിക്കുക, ജീവിതത്തിൽ ഒരു പ്രാവശ്യം മനുഷ്യനായി ജനിക്കൂ എന്നും അതുകൊണ്ട് ഈ കിട്ടിയിരിക്കുന്ന ജന്മം എന്ത് പാപകർമ്മം ചെയ്തും പരമാവധി സുഖിക്കുക എന്ന ചിന്തയോടുകൂടി ഘോരമായ പാപങ്ങൾ ചെയ്ത് മൃഗത്തേക്കാൾ ലജ്ജിക്കുന്ന പ്രവൃത്തികൾ ചെയ്തു വന്നിരുന്ന ഒരു ജനവിഭാഗമാണ് ഈ പറയുന്ന ജനവിഭാഗം. അതെ, ഇവിടെ എല്ലായിടത്തും ഉണ്ട്, കേരളത്തിലും ഉണ്ട് ഇപ്പം. അത് എനിക്കും അറിയാം. ചാർവാഹകന്മാർ എന്നാണ് പറയുന്നത്.
ഇവർക്ക് തുല്യമായിട്ട് വിദേശ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതേപോലത്തെ ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു. അവരെ എപ്പിക്യൂറിയൻസ് എന്ന് വിളിക്കും. ഈ എപ്പിക്യൂറിയൻസ് എന്ന് പറയുന്ന വൈദേശിക ശക്തികളുടെ ചുവട് പിടിച്ചിട്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ഈ ചാർവാകന്മാരുണ്ടായത്. അവർക്ക് വേറെ ഒരു ലക്ഷ്യവുമില്ല. ആരെ വേണോ കൊല്ലും, ആരോടും ഏത് സ്ത്രീയോടും എന്ത് അനിഷ്ടവും പ്രവർത്തിക്കും. അങ്ങനെ മൃഗത്തെ പോലെ, മൃഗങ്ങളെക്കാൾ ലജ്ജകെട്ട ജീവിതമായിരുന്നു. അത് എല്ലാ യുഗത്തിലും ഉണ്ട്. കേരളത്തിലും കൂടുതൽ കേരളത്തിലാണ്, മറ്റു സംസ്ഥാനങ്ങളിലും ഉണ്ട്. അപ്പം അങ്ങനെ കുറേ ആളുകളുണ്ട്. നമ്മൾ അങ്ങനെ ആകേണ്ടവരല്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇമ്മോർട്ടലാണ്, അനശ്വരമായ അമരത്വം നേടിയവരാണ്. നമുക്ക് മരണമില്ല. നമ്മൾ ഇങ്ങനെ ഓരോ ജീവികളായിട്ട് മാറി മാറി ഉടുപ്പ് മാറും പോലെ ശരീരം മാറ്റിയെടുക്കുന്നു. ശരീരം മാറ്റിയെടുക്കുന്നതല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. എൻ്റെ പ്രാണനാഥൻ പോയി എന്ന് ഭർത്താവ് മരിക്കുമ്പം ഭാര്യ ഒരു 3-4 മണിക്കൂർ നേരെ ഒന്ന് കരയും. എടുത്തുകൊണ്ട് വെച്ച് ദഹിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ തീർന്നു. ഇതൊക്കെ സമൂഹം ഓരോ കാലഘട്ടത്തിൽ കെട്ടിച്ചമച്ച കാര്യങ്ങളാണ്. യാഥാർത്ഥ്യം മറ്റൊന്നാണ്. യാഥാർത്ഥ്യം സാക്ഷാൽ ബ്രഹ്മസായുജ്യമാണ്, ബ്രഹ്മസാക്ഷാത്കാരമാണ്, താൻ ബ്രഹ്മമാണ്. ശങ്കരാചാര്യർ പറഞ്ഞതെന്താ? അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി എന്ന് നിരന്തരം പറയണം. ഇത് നടപ്പിലാക്കിയ ഗുരുവാണ് നാരായണ ഗുരുദേവൻ. നാരായണ ഗുരുദേവൻ നിരന്തരം അദ്വൈതമാണ് പ്രചരിപ്പിച്ചത്. 1400 വർഷങ്ങൾക്ക് മുമ്പാണല്ലോ ശങ്കരാചാര്യർ കേരളത്തിൽ ജനിച്ചത്. AD 788. ആ പരമാചാര്യൻ പറഞ്ഞ കാര്യം പിന്നീട് വന്ന മഹാവതാരമായ നാരായണ ഗുരുദേവൻ സാധാരണ മനുഷ്യർക്കിടയിൽ പ്രചരിപ്പിച്ചു. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളെല്ലാം ഓരോ അവതാരങ്ങൾ തന്നെ, ഇതിൽ സംശയമൊന്നുമില്ല. പക്ഷേ നമ്മുടെ മനസ്സും ചിന്തയും അല്പം താണതായതുകൊണ്ട് നമ്മൾ അത്രത്തോളം പ്രകാശമുള്ളവരല്ലെന്നേ ഉള്ളൂ. ദുർവാസാവ് മഹർഷിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. അദ്ദേഹത്തിൻ്റെ പുരാണങ്ങളിൽ പറയുന്ന മറ്റൊരു പേരാണ് ക്രോധഭട്ടാരകൻ. പെട്ടെന്ന് ദേഷ്യം വരും. ശരിക്കും പറഞ്ഞാൽ ഒരു അലുമിനിയം പാത്രം പോലെയാണ് അദ്ദേഹം. പെട്ടെന്ന് ചൂടാവും, അടുത്ത നിമിഷം തണുക്കും. അങ്ങനത്തെ ആളാണ്. പക്ഷേ അദ്ദേഹം ക്ഷിപ്രകോപിയുമാണ്, അറിയാമല്ലോ. അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് അദ്ദേഹം ഹിമാലയം പോലെ ഉയർന്ന ഒരു പാറയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ 2 കണ്ണുകളിൽ നിന്ന് പ്രസരിക്കുന്ന തീഷ്ണത കൊണ്ട് ആ പാറ ദഹിച്ച് ചാരമായി മാറും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും സ്വാമിക്ക് തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോയെന്നും. ഇത് നടന്ന കാര്യമാണ്. എന്നാൽ അദ്ദേഹം ആനന്ദത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഒരു മരുഭൂമിയിൽ നോക്കിയാൽ അപ്പോഴവിടെ വൃക്ഷലതാദികൾ വളർന്നു വന്ന് സുഗന്ധപൂരിതമായ പുഷ്പങ്ങൾ ചൂടി അവിടെ മുഴുവനും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ പുഷ്കല ഭാവം അവിടെ പ്രകടിപ്പിക്കപ്പെടുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഇത് രണ്ടും ദുർവാസാവ് മഹർഷിയുടെ മനസ്സിൽ നിന്നുണ്ടായതാണ്, അദ്ദേഹത്തിൻ്റെ കർമ്മമാണ്. ഇത് ദുർവാസാവ് മഹർഷിക്ക് എങ്ങനെ സാധിച്ചു? നിരന്തരമായ തപസ്, നിരന്തരമായ ധ്യാനം, പിന്നെ പരാശക്തിയായ അമ്മയെ ഉപാസിച്ച് അദ്ദേഹം എപ്പോഴും വേണോ ഹിമാലയത്തിൽ ചെന്ന് ഭഗവാനെയും ഭഗവതിയെയും നേരിട്ട് കാണാനുള്ള അനുഗ്രഹം നേടി. ഇത് ത്യാഗം കൊണ്ടാണ്. അമ്മമാർ മനസ്സിലാക്കാനുള്ളത്, പ്രത്യേകിച്ച് ഒരു വലിയ കാര്യം നേടണമെങ്കിൽ വലിയ ത്യാഗം വേണം. മനസ്സിലായില്ലേ? പുളിയങ്കുരു കടിക്കണമെങ്കിൽ, പൊട്ടണമെങ്കിൽ ഇത്തിരി ആത്മാർത്ഥമായി 2 വായിലുമുള്ള പല്ലുകൾ ചേർത്ത് പിടിക്കണം. നേരെ മറിച്ച് അലുവ കടിക്കാൻ അത്രയും ഫോഴ്സ് വേണ്ട എന്നതുപോലെ ഈ തപസ്സെന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മഹാത്യാഗമെന്നാണ്. മുൻജന്മങ്ങളിൽ ഈ പറഞ്ഞ ഒരു ജീവാത്മാവ് എല്ലാ ജന്മങ്ങളും കഴിഞ്ഞിട്ട് അവസാനം 7 പ്രാവശ്യം മനുഷ്യജന്മം എടുക്കുമെന്നാണല്ലോ ഉപനിഷത്ത് നമുക്ക് തരുന്ന സന്ദേശം. അതിൽ തർക്കമുള്ളൊരു വിഷയമാണ്. 7 അല്ല 9 ആണെന്നും പറയുന്നവരുണ്ട്. എന്തായിക്കോട്ടെ, 7 ആയാലും 9 ആയാലും ഇത്രയും പ്രാവശ്യം ഈ അവസാനം 7 ആണെങ്കിൽ 7ാമത്തെ ജന്മവും പുണ്യകർമ്മം ചെയ്ത് മോക്ഷം നേടിയില്ലെങ്കിൽ പിന്നെ 1 പോകണം. പല്ലി, പാറ്റ, കൊതുക്, ചെള്ള്, വണ്ടെന്ന കണക്കിന് 1 തുടങ്ങണം. അതൊക്കെ വളരെ കഷ്ടമല്ലേ? ഇത്രയും വലിയ മനുഷ്യശരീരം എടുത്ത് ഗുരുക്കന്മാരുള്ള നാട്ടിൽ നമ്മൾ ഉണ്ടും ഉറങ്ങിയും ജീവിച്ചിട്ട് കാര്യമില്ല. പിന്നെ വാശിയില്ലാത്തവർ, നിശ്ചയമില്ലാത്തവർ ജീവിതത്തിൽ ഒന്നും നേടില്ല. അത് ഉറപ്പ്.
ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല. പറഞ്ഞാൽ നിങ്ങളൊക്കെ പൊട്ടിക്കരയും. ഞാൻ അങ്ങോട്ട് പറയുന്നേയില്ല. അതിലും എനിക്ക് സന്തോഷമാണ്. അതവിടെ ഇരിക്കട്ടെ. അതുകൊണ്ട് മഹാത്യാഗം നേടണം. മഹാത്യാഗം നേടണമെങ്കിൽ ജീവിതത്തിൽ വരുന്ന മഹാപ്രതിസന്ധികളെ സധൈര്യം നേരിടാനുള്ള ഉറച്ച മനസ്സ് വേണം. ആ ഉറച്ച മനസ്സ് എവിടെ നിന്ന് കിട്ടും? ഭൗതികതയിൽ നിന്നും നിങ്ങൾക്ക് ഒരിക്കലും കിട്ടൂല. നിങ്ങൾക്ക് ധൈര്യം വേണം, ആത്മധൈര്യം വേണമെങ്കിൽ അതിന് എന്തു വേണം? ആത്മീയത വേണം, ഗുരുവിനെ വേണം. ഗുരുവിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കണം. ഗുരു പറഞ്ഞ ആപ്തവാക്യങ്ങൾ ജീവിതത്തിൽ പകർത്തണം. എങ്കിലേ നിങ്ങൾക്ക് ആത്മധൈര്യം വരൂ. അതാണ് ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ചിഹ്ന സംശയ. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ഞാൻ നേരത്തെ ചൊല്ലിയ അതിലെ വരികളിലെ ആദ്യത്തേതാണ്. എന്താണ്? ഒരു ശിഷ്യന് സംശയമുണ്ട്. സംശയം തീർക്കാൻ വേണ്ടി ഗുരുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഗുരുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഗുരു നേരെ അവൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഗുരുവിൻ്റെ ദർശനത്തിലൂടെ തന്നെ അവൻ്റെ മനസ്സിലെ സംശയത്തെ ദൂരീകരിക്കാൻ തക്ക വിധത്തിൽ ഉൾവെളിച്ചമുള്ളവനാരോ അതാണ് ഗുരു. ശിഷ്യ സംശയം ചോദിക്കുന്നില്ല. ഗുരുവിൻ്റെ അടുത്ത് പോയി ചോദിക്കാമെന്ന് വിചാരിച്ച് ഗുരുവിൻ്റെ അടുത്തെത്തി ഗുരുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുമ്പോൾ ആ ഗുരുവിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അതിൽ നിന്ന് നേരത്തെ പറഞ്ഞ ഓറ അഥവാ ആത്മീയ ചൈതന്യം, ആ ആത്മീയ ചൈതന്യം ഇവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ഇവൻ കൊണ്ടുവന്ന സംശയത്തെ അലിയിച്ച് കളയുകയും ചെയ്യും. ഉത്തരം അവൻ്റെ മനസ്സിൽ ഉദിക്കും. അതാണ് ഗുരു. അപ്പോൾ ഇതൊക്കെ നമുക്കെല്ലാവർക്കും കഴിയും. അതാണ് ഇപ്പം ലക്ഷ്യം വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ ലക്ഷ്യം എനിക്ക് ഇപ്പം നമ്മുടെ ഗുരുവിനെ പോലെ ആകണം, ഗുരുവിനെ പോലെ ആചാര്യനാകണം, നന്നായി ആത്മീയ വിചാരം ഉണ്ടാകണം എന്ന് വിചാരിച്ചാൽ 6 മണിക്കൂർ ഉറങ്ങുന്നെങ്കിൽ 1 മണിക്കൂർ കുറച്ച് 5 മണിക്കൂറാക്കിയിട്ട് 1 മണിക്കൂർ ലാഭിക്കണം. ഒരു ദിവസം 1 മണിക്കൂറായി ലാഭിച്ച് വേണ്ടാത്ത കാര്യങ്ങൾക്കാണല്ലോ 24 മണിക്കൂറിൽ അമ്മമാർ ഉപയോഗിക്കുന്നത്. കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും വേസ്റ്റാക്കുന്നുവെന്നാണ് വിലയിരുത്തൽ. ഞങ്ങൾ ആചാര്യന്മാരങ്ങനെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇല്ലെങ്കിൽ ഒരു 5 മണിക്കൂറെങ്കിലും അയൽപക്കത്തെ ചേച്ചിയായിട്ട് കാര്യങ്ങൾ പറയാനും രാഷ്ട്രീയം പറയാനും ഇതൊക്കെ വേണ്ടാത്ത ചവറുകളാണ്. ഇതൊക്കെ പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സ് മലിനമാവും. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു 5 മണിക്കൂർ വേസ്റ്റാക്കുന്നു 24 മണിക്കൂറിൽ. ഈ 5 മണിക്കൂർ പാക്ക് ചെയ്യണം. അപ്പം ഒരു മാസം എത്രയായി? 3 5 15 എത്രയായി? കണക്കറിഞ്ഞൂടി? 150 മണിക്കൂർ. ഒരു മാസം 150 മണിക്കൂർ. ഈ 150 മണിക്കൂറും ഒരേ ലക്ഷ്യം വെച്ചുകൊണ്ട്, മനസ്സിൽ ഒറ്റ ലക്ഷ്യം, അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിരന്തരം അതിനു വേണ്ടി, ആ ലക്ഷ്യം സാർത്ഥകമാകുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു നോക്കൂ. അടുത്ത് ഞാനും സ്വാമി ഇതുപോലെ ഏതെങ്കിലും യോഗത്തിൽ പങ്കെടുക്കാൻ അവസരം ഭഗവാൻ തരികയാണെങ്കിൽ അവിടെ വെച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ എന്ത് നേടിയെന്ന്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നേടിയിരിക്കും. ഇപ്പം ഞാൻ പത്രത്തിൽ എഴുതി തരാം, ഉറപ്പാണ്. എന്താ കാരണം? അതിന് ഈശ്വരനല്ല പങ്ക്, നമ്മുടെ ത്യാഗത്തിന് ഭഗവാൻ ഫലം തന്നു. അല്ല, നെല്ല് വിതച്ചിട്ട് ഗോതമ്പിൻ്റെ മണി കിട്ടണമെന്ന് വിചാരിച്ചാൽ എങ്ങനെ നടക്കും? നെൽമണികളേ കിട്ടത്തുള്ളൂ, വിതയ്ക്കുന്നതേ കൊയ്യൂ, ചെയ്യുന്ന കർമ്മത്തിന് അനുസൃതമായ ഫലമേ വരൂ. അത് പ്രപഞ്ചം ഉണ്ടായപ്പോൾ തന്നെ പരബ്രഹ്മശക്തി കുറിച്ച് വെച്ചതാണ്. ദൈവങ്ങൾ നമുക്ക് തരണതൊന്നുമല്ല. ദൈവങ്ങളൊക്കെ ബ്രഹ്മത്തിൻ്റെ വേലക്കാരാണ്. ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ എന്ന് പറയുന്ന 33 ദേവതകളും മുഴുവൻ ശക്തികളും പരബ്രഹ്മ നിശ്ചയത്താൽ അവർ പ്രപഞ്ചഭരണം നടത്തുന്നു, അവർ ആക്ട് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു. അത് നമ്മൾ അറിയണം. അങ്ങനെ വരുമ്പോൾ നമ്മളും ബ്രഹ്മം തന്നെ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവ് സൂര്യനിൽ നിന്ന് അനന്തകൂടി കിരണങ്ങൾ 14 ലോകത്തിലും ലംബമായി പതിക്കുന്നത് പോലെ ഓരോ ആ പരബ്രഹ്മത്തിൽ നിന്ന് ഓരോ അംശം നമ്മുടെ ഉള്ളിലിരുന്ന് സാക്ഷിയാകുന്നു. സാക്ഷിയാണ് ആ ബ്രഹ്മം. ഒരു വൃക്ഷത്തിൽ 2 ശിഖരങ്ങൾ, മുകളിലത്തെ ശിഖരത്തിൽ ഒരു പക്ഷി, താഴത്തെ ശിഖരത്തിൽ മറ്റൊരു പക്ഷി. മുകളിലിരിക്കുന്ന
പക്ഷി, താഴെയിരിക്കുന്ന പക്ഷി എന്തൊക്കെ ചെയ്യുന്നു? മുകളിലിരിക്കുന്നത് പരമാത്മാവും താഴത്തെ ശിഖരത്തിലിരിക്കുന്നത് ജീവാത്മാവുമാണ്. ആ ജീവാത്മാവാകുന്ന പക്ഷി എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നു എന്ന് നിരീക്ഷിച്ച് വിലയിരുത്തലാണ് മുകളിലത്തെ ശിഖരത്തിലിരിക്കുന്ന പരമാത്മാവ് ചെയ്യുന്നത്. ഇതറിയണം. ജീവാത്മാവും പരമാത്മാവും രണ്ടാണെന്ന് പുരാണത്തിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. രണ്ടും ഒന്ന് തന്നെ. സൂര്യൻ അസ്തമിക്കുമ്പോൾ സൂര്യനിൽ നിന്ന് രാവിലെ ഭൂമിയിലേക്ക് പതിച്ച കിരണങ്ങൾ തിരിച്ച് സൂര്യനിൽ തന്നെ മടങ്ങുന്നു. അപ്പോൾ പിന്നെ ഇവിടെ ദ്വൈതമെങ്ങനെ? ദ്വൈതമില്ല, അദ്വൈതമേ ഉള്ളൂ. അതാണ് ബ്രഹ്മമല്ലാതെ ഈ 14 ലോകത്തിലും മറ്റൊന്നുമില്ല എന്ന് ആചാര്യന്മാർ ഉറപ്പിച്ച് പറയുന്നതിൻ്റെ കാര്യം ഇതുകൊണ്ടാണ്. നമ്മളെല്ലാം ബ്രഹ്മത്തിൻ്റെ അംശമാണ്. നമ്മളെല്ലാം ബ്രഹ്മം പേറുന്നവരാണ്. നമ്മുടെ ഉള്ളിൽ ബ്രഹ്മം സാക്ഷിയായി. അതുകൊണ്ടാണ് ഉപനിഷത്തുകൾ പറയുന്നത്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലം അതേ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചിട്ടേ മടക്കയാത്ര സാധ്യമാകൂ. ഞാൻ ഒരു ഹെലികോപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാണ്, എനിക്കിപ്പം പോകണമെന്ന് വെച്ചാൽ നടക്കില്ല, സമയമുണ്ട്. വിധാതാവെന്ന് പറഞ്ഞാൽ ബ്രഹ്മാവെന്നല്ലേ അർത്ഥം. വിധാതാവ് ഇങ്ങോട്ട് പറഞ്ഞു വിടുമ്പം തന്നെ തലയൊട്ടിയിലൊരു സംഖ്യയുണ്ട്. എല്ലാവരുടെ തലയൊട്ടിയിലുമുണ്ട്. ആ സംഖ്യ വെച്ച് തന്നെ ആ ആൾ എപ്പോൾ മരിക്കും, എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറയാൻ ജ്യോതിഷത്തിൽ കാര്യങ്ങളുണ്ട്. അത് അത്രയും പഠിച്ചവർക്ക്. അഷ്ടാംഗശാസ്ത്രത്തിലെ ഏറ്റവും വിശിഷ്ടമായ ശാസ്ത്രമാണ് ജ്യോതിഷം. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഈ പല പ്രവചനങ്ങളും എന്തുകൊണ്ടാണ് സ്വാമി തെറ്റിപ്പോകുന്നത്? കേട്ടില്ല ഞാൻ. ഈ പല പ്രവചനങ്ങളും ഈ ജ്യോതിഷന്മാർ പോലെ ജ്യോതിഷം എന്ന് പറയുന്നത് വളരെ വലിയൊരു ശാസ്ത്രമാണ്. അപ്പോൾ ഈ പല കാൽക്കുലേഷൻസും പഠിച്ചിട്ടും എന്തുകൊണ്ടാണ് പ്രവചനങ്ങൾ തെറ്റിപ്പോകുന്നത്? ഒരു കാര്യം പറഞ്ഞോട്ടെ സ്വാമിജി, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഉത്തരം വലുതാണെങ്കിൽ ആഹാരം കഴിച്ചതിന് ശേഷം ആകാം. ഞാനും സിമ്പിളായിട്ട് പറയാം. വലുതാണെങ്കിലും അല്ല, ഒരു ചോദ്യം 2 മിനിറ്റ് കറക്റ്റ് വന്നു കണ്ടോ. ഇദ്ദേഹം ചോദിച്ചത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. എന്തുകൊണ്ട് പലരും പല രീതിയിൽ പറയുന്നു? പഠിപ്പ് പല വിധത്തിലാണ്. പണ്ടൊക്കെ 10 കൊല്ലം ജ്യോതിഷം, 4 വർഷം കബഡി, 14 കൊല്ലം വർഷം പഠിക്കാതെ ഒരാൾ ഓഫീസ് വിട്ട് ജ്യോതിഷി എന്ന് പറഞ്ഞ് ബോർഡും വച്ചിരിക്കില്ല. കലിയുഗത്തിൽ പാപത്തിൻ്റെ അംശം കൂടിയപ്പോൾ, പണം മാത്രം ലക്ഷ്യമാക്കിയപ്പോൾ 1 വർഷവും 6 മാസവും പോയിട്ട് പോലും ജ്യോത്സ്യൻ എന്ന് പറഞ്ഞ് വലിയ ബോർഡും വെച്ചിരിക്കുന്നവനെ എനിക്കറിയാം. എൻ്റെ അടുത്ത് താമ്പൂല ജ്യോതിഷം പഠിക്കണമെന്ന് വന്ന് 4 ക്ലാസ്സിനെ അറ്റൻഡ് ചെയ്തോളൂ. അടുത്ത ആഴ്ച നോക്കിയപ്പോൾ കാണാത്തത് കൊണ്ട് എന്ത് പറ്റിയെന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ മഹാതന്ത്രി താമ്പൂല ജ്യോതിഷം വ്യക്തമായി പറയുമെന്ന് പറഞ്ഞ് ബോർഡ് കണ്ട് എനിക്ക് എന്നെ കുറച്ചു നേരം സ്തംഭിച്ചു പോയി എൻ്റെ ഹൃദയം. ഇതാണ് ഈ യുഗം. അതുകൊണ്ട് ദുഷ്ടന്മാരാര് ശിഷ്ടന്മാരാരെന്ന് കണ്ടെത്താൻ വലിയ പ്രയാസം തന്നെയാണ്. ശുദ്ധരായ അമ്മമാർക്കറിയില്ലല്ലോ. അവർ നോക്കുമ്പോൾ ഒരു ബോർഡ് ഇരിക്കണം, ഒരു ജ്യോതിഷം എന്ന് പറഞ്ഞാൽ അതിനകത്തോട്ട് കയറും. ഇവൻ പറയുന്ന നുണയെല്ലാം കേട്ട അമ്മമാർ പറയുന്നത് ഭയങ്കരമാണ്. 21, 31 കാളിയുണ്ട്, കൂളിയുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ ദുർദേവതമാരെ കാര്യങ്ങൾ പഠിച്ചു വച്ചിരിക്കും. ഇതൊക്കെ പറയുമ്പോൾ പെണ്ണുങ്ങൾ വരണ്ടു പോകും. ഞാനൊരു സ്ഥലത്ത് വേറൊരാവശ്യത്തിന് അവിടെ ചെന്നപ്പോൾ യമനങ്ങ് തട്ടിവിടുന്നു, തുള്ളി പറയുന്നവനാണ്. ക്ഷേത്രത്തിൽ 21 ദേവത. ആ ചെമ്പരന്തിയിലുള്ള ഈ ചെമ്പരന്തിയിലുള്ള ഒരമ്മയും 2 പെൺകുട്ടികളുമായിട്ടാണ് അവിടെ നോക്കാൻ വന്നത്. ചെറുപ്പക്കാരിയാണ് അവരെ ഭർത്താവ് മരിച്ചുപോയി. അവർ ഭയങ്കരമായിട്ടങ്ങ് നിലവിളിക്കാൻ തുടങ്ങി ഇയാൾ ഇതൊക്കെ പറയണ കേട്ടപ്പോൾ. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ചോദിച്ചു, നിങ്ങളോട് നിങ്ങൾ ഈ പറഞ്ഞ ഇത്രയും ദൈവങ്ങൾക്ക് ഇരിക്കാൻ ഈ 3 സെൻറ്റ് ഓലപ്പരയ്ക്കകത്ത് സ്ഥലമുണ്ടോ? അയാളോട് ചോദിച്ചു. സ്വാമിമാരോടൊന്നും സംസാരിച്ചാൽ ശരിയാവില്ല. ഞാൻ പറഞ്ഞു അത് വളരെ കറക്റ്റ്. സ്വാമിമാരോടൊന്നും ശരിയാവില്ല. സ്വാമിമാരുടെ മാർഗം വേറെ, ചിന്ത വേറെ, സങ്കല്പം വേറെ, കർമ്മം വേറെ. അത് കറക്റ്റ്. ഞാൻ പറഞ്ഞു ഇതിന് ഫലം അനുഭവിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ പറഞ്ഞുകൂടായിരുന്നു എന്ന് ഇപ്പോഴും ഞാൻ വ്യസനിക്കുന്നു. അയാളുടെ 2 കാലം പോയി. ഞാൻ പറഞ്ഞത് കൊണ്ടല്ല, അയാളുടെ കർമ്മഫലം അയാൾക്ക് കൊടുത്തതാണ്. ഞാൻ പറഞ്ഞ് ഇങ്ങനെയൊന്നും എത്ര പേരെ ദ്രോഹിച്ച് കോടികളുണ്ടാക്കി, കോടികൾ. അതാണ്. അതുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ ഏത് കോൺക്രീറ്റ് ബിൽഡിങ്ങിനകത്തുള്ള റൂമിലായാലും പുറത്തായാലും
പാപം ചെയ്യുമ്പോൾ ഈശ്വരൻ സർവ്വവ്യാപിയാണ്. ഈശ്വരന് കടന്നു വരാൻ ജനാലയും വാതിലും ഒന്നും വേണ്ട എന്നറിഞ്ഞ് നിങ്ങൾ നല്ല ഭാരതീയരായി, ഭാരതാംബയുടെ അരിമ സന്താനങ്ങളായി ഗുരുത്വത്തോടു കൂടി മുന്നോട്ട് പോയി നിങ്ങൾക്ക് നല്ല ഐശ്വര്യവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറഞ്ഞു. വേറെ പലതും പറയാനുണ്ട്, പക്ഷെ സാറ് പറഞ്ഞ പോലെ അന്നവിചാരം മുന്നവിചാരം എന്നൊരു ശ്ലോകം കൂടിയുണ്ടല്ലോ, അതുകൊണ്ട് അന്നവിചാരം തന്നെ നടക്കട്ടെ. നമസ്കാരം.